ഗൈസ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കേരളത്തിൽ സെക്കൻഡ് ബ്രാഞ്ചായ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പം ഡിൻഡിഗൽ തലപ്പാക്കട്ടി ബിരിയാണി എന്നാണ് ഇവിടുത്തെ നെയിം. അപ്പം ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ബ്രാഞ്ച് ഐ തിങ്ക് പാലക്കാടാണ്, ദെൻ കേരളത്തിൽ സെക്കൻഡ് ഇവിടെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. ഇവിടെ സെർവ് ഒക്കെ ചെയ്തിട്ട് ഫുഡല്ല സെർവ് ചെയ്തിരിക്കണേ, ഇലയൊക്കെ സെർവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ ഫിദൂട്ടിയും പുതിയ വ്ളോഗിങ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഫിദൂട്ടി ബ്ലോഗ്സ് ഓക്കെ, അങ്ങനെ നമ്മൾ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഈ വ്ളോഗ് നമ്മൾ ഫിദൂട്ടീൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അവളുടെ ചാനലും പോയിട്ട് നോക്കണം കേട്ടോ. അപ്പം ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കാം. അതുപോലെ എന്താ പറയുക, ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി ഒരു ഐ തിങ്ക് ഒരു 7K കൂടെ ആയാൽ 100K അടുപ്പിച്ചാവും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. സോ ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദിസ് വീഡിയോ. ഓക്കെ, നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ അകത്തേക്ക് പോവാൻ ഒരു ആൻറ്റി ഇരുന്ന് അനങ്ങാൻ അത് കണ്ട് ഉമ്മ കലിപ്പിലാണ്. നല്ല മണം കേട്ടോ. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് പിന്നെ ഫുഡ് വരാറായപ്പോൾ കൈയൊക്കെ ഒന്ന് കഴുകാൻ പോയിട്ടാ. അപ്പോൾ ആ ക്ലിപ്സാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ എന്താ പറയുക, ലൈവ് ഓഡിയോ കൊടുക്കാൻ പറ്റിയില്ല ചില ക്ലിപ്പിൽ. സോ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കണേ. നമ്മൾ ഫുഡിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്, ഫുഡ് വന്നിട്ടില്ല. പിന്നെ ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ ക്യാമറയിൽ അത് കിട്ടുന്നില്ല. അവിടെ ഫുള്ള് ക്രൗഡാണ്. അപ്പോൾ ഇവിടെ വാപ്പ നമുക്ക് സെർവ് ചെയ്ത് തരുമോ? എന്താണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല ഗൈസ്. കഴിച്ച് നോക്കിയിട്ട് നോക്കാം. നല്ല സൂപ്പർ സ്മെല്ലാട്ടാ. അയ്യോ, ഇത്രയൊക്കെ എനിക്കോ? ഞാനിന്ന് തിന്ന് മരിക്കും.
ഓക്കേ. ഉമ്മ അവിടെ കഴിച്ചു തുടങ്ങി. ഉമ്മ അവിടെ ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയില്ല. എങ്ങനെയുണ്ട്? അടിപൊളിയാട്ടോ, നൈസാണ്. നമ്മുടെ നോർമൽ ബിരിയാണി പോലെ അല്ലാണ്ട് വേറൊരു ടേസ്റ്റാണിത്. ഇതെങ്ങനെയുണ്ട്? ഇതാ അൽഫിയ അടിപൊളി. എങ്ങനെയുണ്ട്? പിന്നെ ഒന്നും പറയാൻ സാധിക്കില്ല. കഴിഞ്ഞു. അപ്പം നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്ന ടൈമാണ്. 4:30-4:30ക്കാണ് ബിരിയാണി കഴിക്കുന്നത്. എന്തായാലും കഴിച്ച് ബാക്കി കാര്യങ്ങൾ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു. എനിക്കിഷ്ടമായി, അടിപൊളിയാണ്. അത്യാവശ്യം തരക്കേടില്ലാത്ത നമ്മുടെ ഇവിടുത്തെ ടേസ്റ്റ് അല്ല കേട്ടോ, ഇതൊരു തമിഴ്നാട് ആ ഒരു ടച്ചിൻ്റെ ടേസ്റ്റാണ്. അപ്പം മൊത്തത്തിലുള്ളൊരു ആംബിയൻസും സംഭവങ്ങളൊക്കെ അടിപൊളിയാട്ടോ. പിന്നെ അതിന് മുകളിലും വേറെ ഫ്ലോർ ഉണ്ട്. നമ്മൾ താഴത്തെ ഫ്ലോറിലാണ് ഇരുന്നത്. ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളിൻ്റെയൊക്കെ ഒരു പെയിൻറ്റിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നപ്പോഴും നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റി. അപ്പം അതിലും ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വ്ളോഗിൻ്റെ ഒരു ഇത്. അപ്പം ഒരു സ്പെഷ്യൽ ബിരിയാണി കഴിച്ച് ഇനി നമ്മൾ നേരെ പോണ ലുലുവിലേക്കാണ്. ലുലു വന്നതിന് ശേഷം ഫുൾ ടൈം ലുലുവിൻ്റെ അകത്താണോ എന്ന് കമൻറ്റ് ചെയ്യരുത്. നമുക്കിത് ലുലുവിലോട്ട് പോകാം. ഓക്കെ, എനിക്ക് കുറച്ച് ഔട്ട്ഫിറ്റിൽ കുറച്ച് പിക്കൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഓക്കെ, ലുലു പോയി കാണും. ഇവിടെ നമ്മുടെ ചേച്ചി ഇരുന്ന് നമുക്ക് പോസ് ചെയ്ത് തരുവാണ്. ചേച്ചി ഇവിടെ ഇരുന്ന് അരി ആട്ടുവാണ് കേട്ടോ. ടാറ്റ ചേച്ചി. അപ്പോൾ ഇത് കയറുമ്പോൾ തന്നെ ഇതിവിടെ ഉണ്ട്. നമുക്ക് പുറത്തേക്ക് പോവാം. ഓക്കെ, നമ്മളിനി ഗൈസ്, അപ്പോൾ ഈ ഒരു ബുക്കിനകത്താണ് അവിടുത്തെ എന്താ പറയുക, എങ്ങനെയാണ് ഈ തലപ്പാക്കട്ടി ബിരിയാണി വന്നതെന്നും അപ്പം അതിൻ്റെ ഒരു ചരിത്രമുള്ളൊരു ബുക്കാണിത്. അപ്പം നമ്മുടെ അൽഫിയ ഇങ്ങനെ ബുക്കിൻ്റെ ഓരോ പേജസ് ഇങ്ങനെ മറിച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുവാണ്. അൽഫിയ കേട്ടോ പേജൊക്കെ മറിക്കണേ. ബാപ്പയാണ് വീഡിയോ എടുക്കണേ. ഞാൻ അവിടെ ഇരുന്ന് വേറെന്തോ ചെയ്യുമായിരുന്നു, ഞാനിത് കണ്ടില്ല. ഞാനാണിപ്പോൾ വോയിസ് ഓവർ എടുക്കുന്നത്. സോ പിന്നെ ഇതിൽ ബാക്കിയുള്ളത് കുറേ മെനുവും കാര്യങ്ങളൊക്കെയാണ്.